ദൈവത്തിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാസനും അതുപോലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും എന്റെ റെയിൽവേ സ്റ്റേഷനിൽ ഇതുവരെ കൊണ്ടുപോകുന്ന സഹോദരൻ നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഒരു സമയം പോലും അത് വൃഥാവല്ല. പലപ്പോഴും നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ മഹാഭാഗ്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇവിടെ പോയിരുന്നാലും ആദ്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാം ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ഹല്ലേലൂയ. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നത് ദുഃഖകരമാണ്. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഞാൻ അടക്കമുള്ള ഇന്ന് ഇവിടെ ഇരിക്കുന്ന യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവനോടെ ഇന്ന് ഇരിക്കുന്നത് ആ ദൈവം വിശ്വസ്തനായ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മെ ഇല്ലാതാക്കി കളയാൻ പിശാച് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവനോടെ ആയിരിക്കും. ഈ ദൈവത്തെ അറിയുവാൻ, ഈ ദൈവത്തെ സേവിക്കുവാൻ, ആരാധനയ്ക്ക് വേണ്ടി നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമുക്കൊരു ജോലി ഉള്ളതിനേക്കാൾ, നമുക്ക് സ്വന്തമായ ഒരു ഭവനം ഉള്ളതിനേക്കാൾ, ഒരു വാഹനം ഉള്ളതിനേക്കാൾ, മറ്റെന്ത് ഭൗതിക നന്മ നമുക്കുള്ളതിനേക്കാൾ ഈ ദൈവത്തെ അറിയുവാൻ ലഭിച്ച ഭാഗ്യമാണ് മഹാഭാഗ്യം. നമ്മളെപ്പോഴും ഇത് അറിയുകയും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും അതെപ്പോഴും ഓർത്ത് ദൈവത്തെ എപ്പോഴും നമ്മൾ സ്തുതിക്കുന്നവരായിരിക്കും. ഇത് മഹാഭാഗ്യമാണ്. ഈ ദൈവത്തെ അറിയാൻ ലഭിച്ചത് ഇത് മഹാഭാഗ്യമാണ്. ഞാൻ എന്റെ പേര് ദേവദാസൻ പറഞ്ഞ പോലെ ബിനുശേഖരൻ എന്നാണ്. ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു. പ്രൈസ് ലോർഡ്. അനുഭവങ്ങളെ ദൈവം ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണോ, അതായത് ഇന്നും എങ്ങനെയാണോ ദൈവം നടത്തുന്ന ആ നിലയിൽ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ലോർഡ്. ഇപ്പോൾ പഞ്ചാബില് പട്ടിയാല എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബത്തോടൊപ്പം സുവിശേഷ വേലയിലായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളാണ്. ഒരാൾക്ക് 10 വയസ്സ്, ഒരാൾക്ക് 7 വയസ്സ്. മൂത്തയാള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ ആള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ ഞാൻ, വൈഫ്, 2 കുഞ്ഞുങ്ങള്, ഞങ്ങള് പഞ്ചാബില് ഒരു ബൈബിൾ കോളേജ് നടത്തുന്നുണ്ട്, ഒരു ചർച്ച് നടത്തുന്നുണ്ട്. ബൈബിൾ കോളേജിന്റെ അവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ ഒരു ചർച്ച് പ്ലാന്റിങ്. അതുപോലെ ഈ കഴിഞ്ഞ നാളുകൾ 2003 മുതൽ പഞ്ചാബിൽ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആ സമയം മുതൽ ഒരുപാട് പേര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി തയ്യാറാക്കി പല സ്ഥലങ്ങളിലും സുവിശേഷ വേല സഭകൾ ആരംഭിക്കുവാൻ ദൈവം കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. 95 ഞാൻ വിശ്വാസത്തിൽ വന്നു. 96 മുതല് ഞാൻ കേരളത്തിന് പുറത്താണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം 96 മുതൽ പിന്നെ പഠിത്തവും ശുശ്രൂഷ എല്ലാമായിട്ട് കേരളത്തിന് പുറത്താണ്. അപ്പോൾ ഇതാണ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് സുവിശേഷ വേലയെ അവിടെ ചെയ്യുന്ന വേലയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനാ വിഷയമുള്ളത്, ഈ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത്, ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവർ പറയുന്നത്, അതായത് 31-ാം തീയതി, ജൂലൈ 31-ാം തീയതി നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരിക്കും. അതിന്റെ അടുത്ത ആഴ്ച മുതൽ, നാളെ മുതൽ നമുക്ക് ആരാധിക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ആഴ്ച അവർ വേണ്ടതൊക്കെ മടിയായി തീർന്നു. ഇപ്പോഴെന്റെ വൈഫും അവിടെ പ്രവർത്തിക്കുന്ന 1-2 പാസ്റ്റർമാരൊക്കെ ചേർന്ന് അവിടെ സ്ഥലം അന്വേഷിക്കുകയാണ്. പ്രത്യേകിച്ച് നാളത്തെ ആരാധനയ്ക്ക് വേണ്ടി, അതായത് ഈ ആഴ്ചത്തെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേകിച്ച് സ്ഥലം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇന്ന് വൈകിട്ടും നാളെയും ഒക്കെ ആയിട്ട് ആ സ്ഥലം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക, ദൈവം ആ വിഷയത്തിന്റെ മേലെ അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയിട്ട്. ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മൾ ജീവനോടെ ഇരിക്കും. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നമ്മൾ ഇന്ന് രാത്രികാലം സമയം വേർതിരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവം എപ്പോഴും നമ്മോട് സംസാരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടതുപോലെ ഇടപെടുവാൻ ആ ദൈവം പ്രൈസ് ദി ലോർഡ് നമ്മുടെ മധ്യമുണ്ട്. 2-3 പേർ ആ കർത്താവായ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുവാനിടയായിരിക്കും. ആ ദൈവശക്തി നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രാണനിലും നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിലും നമ്മുടെ ആത്മീക മണ്ഡലങ്ങളിലും ഒന്ന് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് നൽകിയിട്ടുള്ള ഒരു വാക്യം വായിക്കുകയും അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ.
Ephesians chapter 6 verse 12 and 13. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊടുക്കുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നമ്മുടെ ഈ സഭയുടെ ഹല്ലേലൂയ ഇന്നത്തെ ആരാധനയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കേണ്ടതിനാൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ സാന്നിധ്യം നമ്മുടെ മധ്യ വെളിപ്പെട്ട് ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി, ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ നമ്മുടെ മധ്യ വെളിപ്പെടേണ്ടതിനു വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആരാധന ഇവിടെ മധ്യ ഇറങ്ങി വരുന്ന ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യ ഇടപെടട്ടെ. ആത്മാവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. റിവലവ ശംദല അരവൽബവടവല ഹന്ദുലാരവല ഘടകക്ഷാരഗല റിവൽബവടവല ഹന്ദുലാരവല ഘടകക്ഷാരഗല ഹന്ദുലാരവല ഘടകക്ഷാരഗല ഹന്ദുലാരവല ഘടകക്ഷാരഗല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ, ദൈവമേ നീ അത്ഭുതങ്ങളുടെ ദൈവം, ദൈവമേ നീ അതിശയത്തിന്റെ ദൈവം, അനുഗ്രഹത്തിന്റെ ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ആ ദൈവത്തിന്റെ കരഞ്ഞ കുടുംബത്തെ ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ വാഗ്ദാന പ്രകാരം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ ശരീരങ്ങളിൽ ഞങ്ങളുടെ സാന്നിധ്യം നിറയണമേ. ഞങ്ങളുടെ മാനസിക മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ സാന്നിധ്യം ഒരു സ്പർശനമായി ഇറങ്ങണമേ. ഞങ്ങളുടെ ആത്മീയ മേഖലകളിൽ ദൈവത്തിന്റെ ശക്തി അതിശക്തമായി ഞങ്ങളുടെ മധ്യ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങൾ ബലഹീനതരാണ് കർത്താവേ, ശാരീരികമായി, മാനസികമായി, ആത്മീയമായിട്ടും ഞങ്ങളെ ഇന്ന് രാത്രികാലം ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഇളയവനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. ഓരോ വാക്കുകളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞതായിരിക്കുവാൻ പരിശുദ്ധാത്മാവെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവേ, ആത്മീക മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ ആരാധനയ്ക്കും വചനത്തിന്റെ ശുശ്രൂഷകൾക്കും വിരുദ്ധമായി പോരാടി നിൽക്കുന്ന സകലവിധ ദേശാധിപതിയുടെ ബന്ധനങ്ങളെയും ഞങ്ങളുടെ ദാസന്മാർ സഭയായി ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നതിന് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സകലവിധ അന്യായത്തിന്റെ ബന്ധനങ്ങൾ വഴിയട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തത്തിന്റെ സാന്നിധ്യം, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഞങ്ങളുടെ മധ്യ ഓരോ കുടുംബങ്ങളിലും സമാധാനത്തിന് മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യത്തിനായി സ്തോത്രം, അങ്ങയുടെ ശക്തിക്കായി സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവസാന്നിധ്യങ്ങളെ നിറച്ചാട്ടെ കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ശക്തമായ ദൈവസാന്നിധ്യങ്ങൾ അനുഭവിക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നു. എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല ദൈവമായിരിക്കാൻ സ്തോത്രം. യേശുനാഥന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് ആത്മീക യുദ്ധം, സ്പിരിച്വൽ വാർഫെയർ എന്ന വിഷയത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ നമ്മളിന്ന് വായിച്ചത്. പക്ഷെ ഇന്ന് പകൽക്കാലം ആത്മീക യുദ്ധത്തെ കുറിച്ചാണ് ദൈവം എന്നോട് പറയുവാൻ പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ കടന്നു പോവുകയില്ല. യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം എന്നുള്ള നിലയ്ക്ക് പ്രൈസ് ദി ലോർഡ് ദൈവം എന്നോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന, ദൈവം എനിക്ക് പ്രേരണ നൽകിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഒരു പഴയ നിയമ ഭക്തനായ ഒരു വ്യക്തിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അല്പം ചിന്തിക്കുകയും അതിനോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു കൾമിനേഷനായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ വിശ്വാസി ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് ലേഖനം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല.
പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പ്രധാനമായിട്ടും മനുഷ്യന്റെ വിടുതലിനു വേണ്ടി, പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി സർവശക്തനായ ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ത് ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തിലായിരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ, ദൈവമുണ്ട് എന്ന് ചിന്തിക്കുന്ന കാലഘട്ടങ്ങളിലും ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടങ്ങളിലും ദൈവമില്ല എന്ന് ദൈവം അവരെ കുറിച്ച് നമ്മെ വിളിച്ച ഒരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് തെറ്റൊന്നും ഇല്ലാതിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിലും ദൈവം നമ്മെ പാപി എന്ന് കണ്ടിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച്, നമ്മുടെ ദുരവസ്ഥയെ കുറിച്ച്, ക്രിസ്തുവിനെ അറിയാതിരിക്കുമ്പോഴുള്ള മനുഷ്യന്റെ ദുരവസ്ഥയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും പ്രൈസ് ദി ലോർഡ്, we are his workmanship, നമ്മൾ ദൈവത്തിന്റെ കൈവേലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മെ, മനുഷ്യനെ വിളിച്ചു വേർതിരിച്ചു ഈ ഭൂമിയിലായിരിക്കുന്നതിന്റെ ഉദ്ദേശത്തെ 3-ാം അധ്യായത്തിൽ തുടങ്ങി 3, 4, 5 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പല ഉദാഹരണങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 5-ാമത്തെ അധ്യായത്തിലൊക്കെയാണ് നമുക്ക് അറിയാവുന്നതുപോലെ ഫാമിലി ലൈഫിനെ കുറിച്ച്, കുടുംബ ജീവിതത്തെ കുറിച്ച്, വ്യക്തി ബന്ധങ്ങളെ കുറിച്ച്, എല്ലാം നന്നായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞിട്ട് ഇതെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിന്നുകൊണ്ട് നമുക്കൊരു ആത്മീക യുദ്ധമുണ്ട്. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിന്റെ ഈ 12-ാം വാക്യത്തിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. ആ വാക്യത്തിനെ അല്പം കൂടെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ, അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ നമുക്ക് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ളത് വിഷയമല്ല, നമ്മൾ എത്ര വർഷങ്ങൾ കൊണ്ട് വിശ്വാസിയാണ് എന്നുള്ളത് വിഷയമല്ല. എന്തൊക്കെ തന്നെ ആയിരുന്നാലും, നമ്മൾ എത്ര വലിയ ആത്മീക ഉന്നതിയിൽ നിൽക്കുന്നവരായിരുന്നാലും നമുക്ക് ഒരു പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. എന്ന് വരെ ഈ പോരാട്ടമുണ്ട്? യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് വരേക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കർത്താവായ മരണം മൂലം നീക്കപ്പെടുന്ന ആ നിമിഷം വരെയും പിശാച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രധാനമായിട്ടും ഞാൻ പറയാറുള്ള ഒരു ചിന്ത ഞാൻ വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും നമ്മളെ ആ ക്രിസ്തുവിങ്കലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു അല്പം കൂടെ ക്ലോസ് ആയിട്ട് വരുവാൻ. നമ്മൾ നാശത്തിന്റെ വക്കിലായിരുന്നപ്പോൾ ദൈവം നമ്മെ വിളിച്ചു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ. ഹല്ലേലൂയ. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്റെ അടുത്തിരിക്കാനാണ്, കൂടെ ഇരിക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ ദൈവം വിളിച്ചു. പ്രത്യാശയില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ചു. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? Getting more closer to God. ദൈവത്തിന്റെ അടുത്തേക്ക് ഓരോ ദിവസവും നമ്മൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നടന്നെടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ there is a call to come near to Jesus. യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുവാൻ there is a call. Hallelujah. Praise the Lord. ഒരു മനുഷ്യന്, ലോകത്തിലെ ഒരു മത നേതാവും ലോകത്തിലെ ഒരു ഗുരുക്കന്മാരും ഇതുപോലെ എന്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരും, ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് ഒരു മനുഷ്യനോ ഒരു ഗുരുവോ ഒരു ദൈവങ്ങളോ പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. ഹല്ലേലൂയ. എന്നാൽ യേശു സ്നേഹത്തോടെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ അടുക്കൽ വന്നാൽ നിനക്ക് ജീവനുണ്ട്. ഹല്ലേലൂയ. എന്റെ അടുക്കൽ വന്നാൽ നിനക്ക് പുനരുദ്ധാനമുണ്ട്. എന്റെ അടുക്കൽ വന്നാൽ ഒരു സമാധാനമുണ്ട്. എന്റെ അടുക്കൽ വന്നാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട്. ഹല്ലേലൂയ. യേശു നമ്മെ ഓരോ ദിവസവും ക്രിസ്തുവിനോട് കൂടെ അടുക്കുവാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കണം, പ്രൈസ് ദി ലോർഡ്, ഈനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. He walked with God and he was not. Hallelujah.
അവൻ ദൈവത്തോടു കൂടെ നടന്നു 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 പിന്നെ അവനെ കാണാതെയായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംഭവിച്ചത് എന്തായിരിക്കുമെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ മഹത്വവും ഇവനിലോട്ട് അങ്ങ് വെളിപ്പെട്ടിട്ട് ഈ വ്യക്തിയെ പിന്നെ കാണാനില്ല. പിന്നെ അവനെ കാണുന്നത് ദൈവമായിട്ട്. ഹല്ലേലൂയ. ദൈവമായിട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ വസിക്കുന്ന മനുഷ്യനായിട്ട്. ഹല്ലേലൂയ. മരണം കൂടാതെ എടുക്കപ്പെട്ട മനുഷ്യൻ. ഹല്ലേലൂയ. ദൈവം ഇഷ്ടപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട മനുഷ്യൻ. ഹല്ലേലൂയ. ഈ വിശ്വാസ ജീവിതത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, we are expected to get more closer to Jesus. Hallelujah. യേശുവിനോട് അടുക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വെറുതെ അടുക്കുവാൻ മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശുവിന്റെ സ്വഭാവമുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവജനമേ, സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു വരാറുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് സ്നാനപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവത്താഴം എടുക്കണം എന്ന് ഉള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ എംഫസൈസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇതല്ലാതെയും കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ഈ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കൽപ്പനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായം നമ്മൾ വായിച്ചാൽ അതിനകത്ത് 30 കൽപ്പനകളും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യത്യാസം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യത്യാസം ആദ്യം നമ്മിൽ വരണം. ഹല്ലേലൂയ. നമ്മുടെ സഭയ്ക്കകത്ത് ഒരു വ്യത്യാസം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യത്യാസം ദൈവവചനപ്രകാരമുള്ള വ്യത്യാസം നമ്മിൽ വരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗിരിപ്രഭാഷണ പരമ്പര എന്ന് നമ്മൾ പറയുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വാസികൾ അനുസരിച്ച് ദൈവത്തെ സേവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളെ മനസ്സിലാക്കി ദൈവത്തെ സേവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ നിന്നൊരു വിളി, കം. രണ്ടാമത്തെ കർത്താവ് പറയുന്നു, ബി ഫിൽഡ് വിത്ത് മൈ ക്യാരക്ടർ. ഹല്ലേലൂയ. ദൈവിക സ്വഭാവമുള്ളവരായിരിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, we must be filled with the gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രൈസ് ദി ലോർഡ് കൃപകളും കൃപാവരങ്ങളും നമ്മൾ പ്രാപിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഒരു അന്യഭാഷയിൽ നടത്തുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. അന്യഭാഷ പ്രാപിച്ചിട്ടില്ലാത്തവർ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അന്യഭാഷ പ്രാപിക്കണം. ഹല്ലേലൂയ. ഇതൊരു വരദാനമാണ്, എല്ലാവർക്കും ലഭിക്കുന്നതല്ല, എന്നാൽ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള വരദാനമാണ്. ഹല്ലേലൂയ. അന്യഭാഷ നമുക്കുണ്ട് എങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു അന്യഭാഷയിൽ എന്നും ഒരേ അന്യഭാഷ പറഞ്ഞങ്ങ് നിർത്തരുത്. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് ഇന്ന് ഒരു പുതിയ അന്യഭാഷ തരണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പുത്തൻ ഭാഷകളിൽ സംസാരിക്കുവാൻ, ഹല്ലേലൂയ, ദൈവമേ എനിക്ക് കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എനിക്ക് അന്യഭാഷ ലഭിച്ചു, 2 വാക്ക് അന്യഭാഷയെ പറയും, 2 സെന്റൻസ് അന്യഭാഷയെ പറയും എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തരുത്. ആത്മീകമായിട്ട് ബലമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആത്മീകമായിട്ട് ബലമുള്ളവരായിരുന്നാൽ മാത്രം പോരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ആ പ്രത്യാശയിൽ നിറവുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ എന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതൊരു കെട്ടുകഥയല്ല, ഇത് വെറുതെ പറഞ്ഞു കളയുവാനുള്ള ഒരു കാര്യമല്ല. ജീസസ് ഈസ് കമ്മിങ് ബാക്ക്. ഹല്ലേലൂയ. അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഒറ്റ കാര്യം പറയാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു വരുമെന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുമെന്നും പഴയ നിയമത്തിൽ എത്ര വാക്യങ്ങളുണ്ടോ അതിന്റെ ഇരട്ടിയിലധികം വാക്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു വരുമെന്ന് പഴയ നിയമ ഭക്തന്മാർ പ്രവചിച്ചു പറഞ്ഞത് സത്യമായി എങ്കിൽ, എന്തൊക്കെ പ്രവചിച്ചിരുന്നോ അതൊക്കെ സത്യമായി എങ്കിൽ, യേശുവിന്റെ വരവും അത് സത്യമാവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതൊരു കെട്ടുകഥയല്ല. ഹല്ലേലൂയ. അത് വെറുതെ പറഞ്ഞു പരത്തുന്നതല്ല, ഇത് സത്യമാണ്. ഹല്ലേലൂയ. ആ വരവിന്റെ പ്രത്യാശയിൽ നാം നിറഞ്ഞവരായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമായിരിക്കുന്ന നാം ദൈവത്തോട് അടുക്കുന്നവരും ദൈവിക സ്വഭാവത്തിലും, ഹല്ലേലൂയ, കൃപാവരങ്ങളിലും വളരുന്നവരായിരിക്കണം. അതുപോലെ നമ്മൾ പ്രത്യാശയിൽ നിറഞ്ഞ ഒരു ജീവിതം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യാശയിൽ നിറവുള്ള ഒരു ജീവിതത്തില് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ലോകത്തിലെ ചിന്തകൾക്ക് സ്ഥാനമില്ല. ഹല്ലേലൂയ.
ദൈവജനമേ, ഞാൻ വളരെ ചുരുക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Let us draw nearer and nearer and nearer to God. Hallelujah. Get more closer and closer to God every day, every moment of our life. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ ദിവസങ്ങളിലും, എല്ലാ സമയങ്ങളിലും ദൈവത്തോട് അടുക്കുന്നത്. ഹല്ലേലൂയ. ദൈവിക സ്വഭാവം, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മുടെ ശരീരം അഴുകിപ്പോയിരുന്നാലും, നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സകലരും നമ്മെ നിന്ദിച്ചിരുന്നാലും, മഹിമയോടെ ഒരുവൻ നമ്മെ ചേർക്കുവാൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. മഹിമയോടെ അവൻ വന്ന് നമ്മെ ചേർക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് അവൻ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പ്രത്യാശയിൽ നിറയുന്നവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം പ്രത്യാശ കൊണ്ട് നിറയുന്നതായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ക്രിസ്ത്യാനിയായിട്ട്, ദൈവ മക്കളായിട്ട്, ദൈവസഭയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ദൈവവചനം പറയുന്നു, നമ്മൾ ഈ ക്വാളിറ്റി ഉള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ജീവിച്ചിരുന്നാലും നമ്മുടെ ജീവിതത്തിനെതിരായിട്ട് ഒരു പ്രതികൂലമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. ഈ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. ഹല്ലേലൂയ. അതിനെ കുറിച്ച് അധികമായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു മനുഷ്യനോടും നമുക്ക് ഒരു വിരോധവുമില്ല, ഒരു പോരാട്ടവുമില്ല. ഹല്ലേലൂയ. നമുക്ക് ഒരു സ്ട്രഗിളും ഒരു ഫൈറ്റും ഒരു വ്യക്തിക്ക് എതിരായിട്ടും ഇല്ല. നമുക്ക് പോരാട്ടമുള്ളത് ഈ ലോകത്തിൽ വാഴുന്ന അന്ധകാരത്തിന്റെ ശക്തികളുടെ മേലാണ്. ഹല്ലേലൂയ. ഇവിടുന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാനുള്ള ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് പോരാട്ടമുണ്ട്. നോ മാറ്റർ വാട്ട് വി ആർ, നോ മാറ്റർ ഹൂ വി ആർ. ഹല്ലേലൂയ. എത്ര വലിയവനായിരുന്നാലും, എത്ര വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചവരായിരുന്നാലും, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരുന്നാലും നമുക്ക് ഒരു പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവജനത്തിൽ പ്രകാരമാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമ്മൾ ചിന്തിക്കുകയാണ് എനിക്ക് ഇനിയിപ്പം പിശാചിനോട് എതിർത്ത് നിൽക്കാനൊന്നും സമയമില്ല, അങ്ങോട്ട് പോയി നമ്മൾ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് നമ്മൾ ചിന്തിച്ച് ഒഴിഞ്ഞു മാറിയിരുന്നാലും, ഹല്ലേലൂയ, നമുക്ക് എതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക മേഖലകളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ഈ ദൈവത്തോട് അടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന, ദൈവിക സ്വഭാവത്തിൽ നിറയുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന, ഈ ആത്മീയ കൃപാവരങ്ങളിൽ നിന്ന് നമ്മെ പുറന്തള്ളാൻ ശ്രമിക്കുന്ന, പ്രത്യാശയിൽ നിന്ന് നമ്മളെ നീക്കിക്കളയുവാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഭയപ്പെടുത്താനല്ല പറഞ്ഞത്, പക്ഷെ ഇതൊരു സത്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ദിവസവും ട്രാക്ടർ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലായിടവും കയറി ഇറങ്ങി നടന്ന് ശുശ്രൂഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു സമയം ഉണ്ടായിരുന്നു 3 ആരാധന, രാവിലെ 7 മണി തൊട്ട് 9:30 ഒരു ആരാധന, 4.5 കിലോമീറ്റർ നടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ആരാധനയ്ക്ക് ഇരിക്കുന്ന നമ്മൾ താമസിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ആരാധന, അവിടെ തിരിച്ചു വന്നിട്ട് അവിടെ ഒരു ആരാധന, വൈകുന്നേരം രാവിലെ പോകുന്നതിനേക്കാളും ദൂരം പിന്നെ നടന്നു പോകണം, അവിടെ ഒരു ചെറിയൊരു ഇംഗ്ലീഷ് വർഷിപ്പ്. അങ്ങനെ 3 ദിവസം 3 ആരാധന ഭയങ്കര ആവേശത്തോടെ സുവിശേഷ വേല ചെയ്തു വരുന്ന സമയത്ത്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ വൈഫ് പ്രഗ്നന്റ് ആയി. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് നമുക്ക് ഒരാളെ വിളിച്ചു ചോദിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആലോചന പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും നമുക്ക് അടുത്തൊന്നും ആളില്ല. അപ്പോൾ ഒരു ദിവസം എന്റെ വൈഫ്, ഞങ്ങൾ ഒരു ദിവസം ട്രാക്ടറെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും 2.5 മാസം ഗർഭിണിയായിരുന്ന എന്റെ വൈഫ് പറഞ്ഞു എന്റെ വയറ്റിൽ വേദനയാന്ന് പറഞ്ഞു. വേദന കൂടി വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാശില്ലാതെ വളരെ വിഷമിച്ചു. എങ്കിലും വളരെ വേദനയായതുകൊണ്ട് രാത്രിയിൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അടുത്ത ഡോക്ടർ പറഞ്ഞു മിസ്കാരേജ് ആണ്, ഇപ്പൊ പെട്ടെന്ന് അബോർട്ട് ചെയ്ത് കളയണം. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഒരു 5 പൈസ പോലും ഇല്ലാതെ ഞാൻ വിഷമിച്ച് ഇരുന്നു.
ദൈവകൃപയാൽ ഒരു കോണ്ടാക്ട് ഒരു പാസ്റ്റർ ആ സമയത്ത് എന്നെ വിളിച്ചു. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു കാറും ഒരു പാസ്റ്റർക്ക് ഒരു കാർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ആ കാറും കൊണ്ടുവന്നു. അവിടെ ചണ്ഡീഗഡിന്റെ അകത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്മൾ കയറി ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു ഇതെല്ലാം ഇത് മിസ്കാരേജ് ആണെന്ന്. എല്ലായിടത്തും നിന്ന് ഒരഭിപ്രായമാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കയ്യിൽ പണമില്ല. പ്രൈസ് ദി ലോർഡ്, എന്താണ് ചെയ്യേണ്ടതെന്ന് എന്താണ് ചെയ്യേണ്ട എന്നുള്ളതും എനിക്കറിയാതെ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോഴത്തേക്ക് രാത്രി ആയപ്പോഴത്തേക്കും പാസ്റ്റർമാരെല്ലാം കൂടെ പറഞ്ഞു നമുക്കിവിടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കേരളത്തിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കുറച്ച് പൈസ വിരിച്ചിട്ട് എന്റെ കയ്യിൽ തന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അന്ന് രാത്രി തന്നെ യാത്ര തിരിച്ച് കേരളത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രൈസ് ദി ലോർഡ് ഈ നമ്മളുടെ യാത്രയിൽ തന്നെ പല സ്ഥലങ്ങളിലും എന്റെ വൈഫിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് പറയും പ്രൈസ് ദി ലോർഡ് ഇപ്പോഴൊരു മാംസ കഷ്ണം എന്റെ വയറ്റിൽ നിന്ന് പോയെന്ന്. ഹല്ലേലൂയ. 3 ദിവസം ട്രെയിൻ യാത്രയില് പ്രൈസ് ദി ലോർഡ് ഈ പട്യാല എന്ന് പറയുന്നത് അംബാലയിൽ നമ്മൾ യാത്ര തുടങ്ങി അവിടെ മുതൽ കേരളത്തിൽ എത്തുന്നത് വരെ ബാത്റൂമിൽ നിന്ന് ഈ മാംസ കഷ്ണങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വളരെ വേദനപ്പെട്ടു, വളരെ നിരാശപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു കർത്താവേ, ഞാൻ ഇത്രയും ആവേശത്തോടെ ഇത്രയും സ്ഥലങ്ങളിൽ ഇത്രയും നന്നായിട്ട് സുവിശേഷ വേലയാണല്ലോ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ അനുഭവം പറഞ്ഞത് എന്തുകൊണ്ടെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഹൂ വി ആർ, വാട്ട് വി ആർ, എന്താണ് നമ്മൾ ചെയ്യുന്നത്, നോ മാറ്റർ. പ്രൈസ് ദി ലോർഡ്. പിശാച് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും. ഹല്ലേലൂയ. There will be incidents unexpectedly. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സ്ഥാനത്ത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ പിശാച് ഒരുപക്ഷെ നമുക്കെതിരായി പ്രവർത്തിച്ചെന്ന് വരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ പാസ്റ്റർമാർ എപ്പോഴും പറയുന്നത് പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥനയ്ക്ക് കടന്നു വരണം, ആരാധനയ്ക്ക് വരണം, വചനം വായിക്കണം, പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെതിരായിട്ട് പോരാടുന്ന പിശാച് ഏതെങ്കിലും നിലയിൽ നമ്മളെ തകർക്കുവാൻ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെ അനേക അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാമല്ലോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് പലർക്കും ഇത് പിശാചിന്റെ തന്ത്രമാണെന്ന് അറിയില്ല. ഹല്ലേലൂയ. പലരും ചിന്തിക്കുന്ന എന്താണെന്ന് അറിയാമോ, നമുക്ക് നമ്മുടേതായിരിക്കുന്ന ശേഷി കൊണ്ട്, നമുക്ക് ഇന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയെ കൊണ്ട് നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് ചിന്തിക്കും. നമുക്ക് അല്പം കാശിന്റെ ആവശ്യമല്ലേ വരത്തുള്ളൂ, ഈ കാശ് കൊണ്ട് പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് ചിന്തിക്കും. ഹല്ലേലൂയ. പക്ഷേ ദൈവജനം ആത്മാവിൽ മനസ്സിലാക്കണം, നമുക്കെതിരായിട്ട് നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുവാൻ പലപ്പോഴായി, പല ഘട്ടങ്ങളിലായി, പല നിലവാരങ്ങളിലായി പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമുക്ക് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഹല്ലേലൂയ, ഈ പിശാച് നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പിശാച് നമ്മെ തകർത്ത് നമ്മൾ ദൈവത്തോട് അടുക്കുന്നതിൽ നിന്നൊന്ന് മാറ്റിക്കളയുവാൻ, ദൈവിക സ്വഭാവത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുവാൻ, ആ ദൈവ കൃപാവരങ്ങളിൽ നിറയുന്നതിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാൻ, പ്രത്യാശ ഇല്ലാതെ നിരാശരാക്കി കളയുവാൻ പിശാച് അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിശ്രമിക്കുമ്പോഴും വിശ്രമിക്കാതെ ഒരുത്തൻ നമുക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കിയ ഏത് കാര്യത്തിലും ഇവനെ വീഴ്ത്തിക്കളയാമെന്ന്. ഹല്ലേലൂയ. പക്ഷെ ഒരിക്കലും ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമായ ഒരു വലിയവൻ നമുക്ക് വേണ്ടി കാവലിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നമ്മൾ ഇന്ന് ജീവനോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് പ്രൈസ് ദി ലോർഡ് പത്രോസിന് വേണ്ടി അനുവാദം ചോദിച്ചു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, പിശാച് പലവട്ടം അനുവാദം ചോദിച്ചെങ്കിലും പ്രൈസ് ദി ലോർഡ് നിന്നെയൊക്കെ പാറ്റുന്നത് പോലെ പറത്തിക്കളയാൻ അനുവാദം ചോദിച്ചെങ്കിലും ഞാൻ അനുവാദം കൊടുത്തില്ല എന്നാ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത് ഈ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനകള് പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥനയ്ക്ക് എവിടെയെല്ലാം അവസരം കിട്ടുന്നു, ഹല്ലേലൂയ, ദൈവത്തോട് അടുക്കുവാൻ ഏതെല്ലാം അവസരങ്ങൾ നമുക്കുണ്ടോ എല്ലായിടത്തും ആവേശത്തോടെ കടന്നു ചെല്ലണം. ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്ന, ദൈവമേ, ഞാൻ ഒരു സ്റ്റെപ്പെങ്കിലും, ഒരല്പമെങ്കിലും അങ്ങയോട് അടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്ന് ദൈവത്തോട് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയണം. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വിലയേറിയ ആഗ്രഹം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവജനമേ, നമുക്കെതിരായിട്ട് പോരാടുന്ന ഒരു പോരാട്ടം എപ്പോഴും നമുക്കെതിരായി. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ഒരു വിശ്വാസിയും അതിൽ നിന്ന് തെറ്റിപ്പോകാൻ കഴിയുകയില്ല. ഒരു ശീതോഷ്ണമാനായിരുന്നാൽ പിന്നെ വലിയ കുഴപ്പമൊന്നും കാണുകയില്ല. പക്ഷേ ദൈവത്തിന്റെ കൃപയോട് അടുക്കുന്ന, ദൈവിക മഹത്വം കാണുവാൻ ആഗ്രഹിക്കുന്ന ആ ദൈവത്തിന്റെ പൈതങ്ങൾക്ക് പിശാച് ഒരു പോരാട്ടം ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അത് പറയാതെ പോയാൽ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു. ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ ഒരു പരീക്ഷയും ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. ഹല്ലേലൂയ. പിശാച് ഒരുപാട് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. പിശാച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മെ തകർക്കുവാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ദൈവം അറിയാതെ ഒരു വിരല് പോലും അനക്കാൻ ഈ പിശാചിന് കഴിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിന്തിക്കും, കർത്താവേ, ദൈവം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ എന്തിനാണ് ഈ പരീക്ഷകൾക്കും ഈ രോഗത്തിനും ഈ ബുദ്ധിമുട്ടിനും ഒക്കെ എന്നെയും അനുവദിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. ഹല്ലേലൂയ. ഒരാൾ പ്രകാരം ചോദിച്ചു, ഇയ്യോബിന്റെ പ്രശ്നത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരാൻ കാരണക്കാരൻ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചത് എന്താ? ആ ഇയ്യോബ് അവിടെ സാത്താൻ അവിടെ പോയി ആ സഭയ്ക്കകത്ത് നിന്നതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും ദൈവമല്ലേ ചോദിച്ചത്, നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുള്ളത്? ആ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. ഹല്ലേലൂയ. ശരിയാണല്ലേ? ഹല്ലേലൂയ. ദൈവം മിണ്ടാതിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ നാം ഒരു സത്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ 4 ചുറ്റും അവനുള്ള സകലത്തെയും നശിപ്പിച്ചു കളയാൻ, അവന്റെ വിശ്വാസത്തെ നശിപ്പിച്ചു കളയുവാൻ ഈ ഭൂമിയിൽ പിശാച് തന്ത്രങ്ങൾ ഒരുക്കുന്നത് സ്വർഗത്തിലെ ദൈവം ഉയരത്തിലിരുന്നുകൊണ്ട് കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. ദൈവം അത് കണ്ടിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പിശാചിനോട് ചോദിച്ചത്, നീ ദൃഷ്ടി വെച്ചിട്ടുണ്ടല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ പിശാചിന്റെ ദൃഷ്ടി പതിയുന്ന ഉടനെ തന്നെ സ്വർഗത്തിൽ അവിടെ അറിവ് കിട്ടും. ഹല്ലേലൂയ. നമുക്കെതിരായിട്ട്, നമ്മുടെ കുടുംബത്തിനെതിരായിട്ട്, കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് ഒരു ദൃഷ്ടിയത വരുന്നുണ്ട്. ഒരു പിശാചത പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നുണ്ട്. സ്വർഗത്തിൽ അവിടെ അറിവ് കിട്ടും. ഹല്ലേലൂയ. സ്വർഗത്തിൽ അറിവ് കിട്ടിക്കഴിഞ്ഞാല് സ്വർഗം മിണ്ടാതിരിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാം. ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, പരീക്ഷിച്ചോ. എത്ര വേണമെങ്കിലും അത് അറിയാന്നുള്ള ഭാഗമായിട്ടാണ് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ. പരീക്ഷിച്ചോ. ഹല്ലേലൂയ. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇയ്യോബ് ഈ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകും. ദൈവം പിശാചിനോട് ഒരു സാക്ഷ്യം പറയുകയാണ് ഇയ്യോബിനെ കുറിച്ച്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നാലും, അവന്റെ കുടുംബം തകർന്നിരുന്നാലും, അവന്റെ ജീവിതത്തിൽ പ്രത്യാശയെല്ലാം നശിക്കപ്പെട്ടായിരുന്നാലും, അവന്റെ സമ്പത്തെല്ലാം കൊള്ളയടിക്കപ്പെട്ടിരുന്നാലും, അവന്റെ മക്കൾ മരിച്ചുപോയെന്നാലും, അവന്റെ ശരീരം വ്രണം കൊണ്ട് വേദന കൊണ്ട് നിറഞ്ഞാലും, അവൻ നിന്ദിക്കപ്പെട്ടാലും അപമാനിക്കപ്പെട്ടിരുന്നാലും ഈ ഇയ്യോബ് വിശ്വാസം തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. ഇവൻ എന്നെ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. ദൈവം ശക്തമായിട്ടുള്ള ഒരു സാക്ഷ്യം പറയുക. ഹല്ലേലൂയ. ഇയ്യോബിനറിയാം, ദൈവത്തിനറിയാം ഇയ്യോബിന്റെ വിശ്വാസം വളരെ ശക്തിയുള്ള വിശ്വാസം. ഹല്ലേലൂയ. ഒരു പിശാച് കുറച്ച് തന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ്, ലോകത്തിലെ കുറച്ച് വേദനകൾ വന്നെന്ന് പറഞ്ഞ്, ലോകത്തിൽ കുറച്ച് നഷ്ടങ്ങൾ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇയ്യോബ് ദൈവത്തെയും കളഞ്ഞിട്ട് പോകുന്നവനല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ച് നമ്മൾ താഴ്ത്തു വരുമ്പോഴത്തേക്കും ഇയ്യോബിന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് ഇയ്യോബിനോട് പറയാണ്, നീ ദൈവത്തെ ത്യജിച്ച് മരിച്ചില്ല. ഇയ്യോബ് ഇടയ്ക്ക് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ വിടാമെന്ന് തീരുമാനിച്ചാൽ പോലും ഈ ദൈവം എന്നെ വിടുകയില്ല. ഹല്ലേലൂയ. ദൈവവും ഇയ്യോബും തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിക്കണം. ഹല്ലേലൂയ. ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയാണ്, എത്ര വലിയ പ്രതികൂലമായിരുന്നാലും, എത്ര വേദനയായിരുന്നാലും, എത്ര ബുദ്ധിമുട്ടായിരുന്നാലും ഇയ്യോബ് എന്നെ വിടുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്രയും ബുദ്ധിമുട്ടിന്റെയും വേദനയുടെയും നിന്ദയുടെയും നടുവിൽ കിടന്നുഴലുമ്പോഴും, ഒരു മനുഷ്യനും ആശ്വസിപ്പിക്കാൻ ഇല്ലാതിരിക്കുമ്പോഴും, സകലരും ചേർന്ന് തന്നെ സ്വന്തം ഭാര്യ വരെ ചേർന്ന് തന്നെ നിന്ദിക്കുമ്പോഴും ഇയ്യോബ് പറയുകയാണ്, ഞാൻ വിട്ടാ പോലെ ഈ ദൈവം എന്നെ വിടുകയില്ല. ഹല്ലേലൂയ. ഇയ്യോബിന് ദൈവത്തെ കുറിച്ച് ഒരു സാക്ഷ്യം പറയാനുണ്ട്. ഈ ദൈവം എന്നെ ഒരു നാളും കൈവിടില്ല.
എന്റെ ശരീരത്തിൽ വേദനയുണ്ടെന്നുള്ളത് സത്യം, എന്റെ ശരീരത്തിൽ വ്രണമുണ്ടെന്നുള്ളത് സത്യം, എന്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത് സത്യം, എന്റെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നത് സത്യം. ഇതെല്ലാം സത്യമാണെങ്കിലും എന്റെ ദൈവം എന്നെ വിടുകയില്ല. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. ഈ ദൈവം ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല, ഈ ദൈവം വഴിയിൽ കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും ഞാൻ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഈ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട്, ഇപ്പോൾ ഞാൻ എന്റെ കണ്ണുകൾ അഴുകിയിരിക്കുകയാണ്, എന്റെ ശരീരം പോയിരിക്കുകയാണ്, ഒരു മനുഷ്യനുമില്ല എന്നെ ആശ്വസിപ്പിക്കാൻ, പക്ഷെ ഞാൻ എന്റെ ദൈവത്തിന്റെ മഹത്വത്തെ. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സേവിച്ചു നിൽക്കുന്ന നമ്മുടെ ദൈവം നമ്മെ കൈവിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. എത്ര ബുദ്ധിമുട്ടായിരുന്നാലും, എത്ര നിന്ദയായിരുന്നാലും, ഏത് പ്രതികൂലമായിരുന്നാലും, എത്ര ബലഹീനമായ അവസ്ഥയായിരുന്നാലും ഈ ദൈവം നമ്മളെ കളഞ്ഞിട്ട് പോകുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിലും അതുപോലെ ഒരു ഉറച്ച തീരുമാനം വേണം. ഹല്ലേലൂയ. എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ എതിർത്താലും, ആരൊക്കെ എനിക്കെതിരായി നിന്നിരുന്നാലും, ആരൊക്കെ എനിക്കെതിരായി പറഞ്ഞിരുന്നാലും, ആരൊക്കെ എന്നെ അപമാനിച്ചാലും, എത്ര നിന്ദിതനാകേണ്ടി വന്നിരുന്നാലും ഞാൻ ഈ ദൈവത്തെ വിടുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവം നമ്മെ കുറിച്ച് ഒരു സാക്ഷ്യം പറയട്ടെ. എത്ര പ്രതികൂലത്തിന്റെ നടുവിലും, എത്ര നിന്ദയുടെ നടുവിലും, എത്ര വേദനയുടെ നടുവിലും ഈ വ്യക്തി എന്നെ വിടുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു പോരാട്ടമുണ്ട്. പക്ഷെ ആ പോരാട്ടത്തിൽ തകർന്നു പോവുക എന്നതല്ല ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 13ാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രകാരമാണല്ലോ, അതുകൊണ്ട് സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുക. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 പോയിന്റ് ആയിട്ട് അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരമാണ്, നമുക്കൊരു പോരാട്ടമുണ്ട്, ആ പോരാട്ടത്തിൽ നമ്മൾ വിശ്വാസത്തോടെ നിലനിൽക്കണം, സകലവും സമാപിച്ചിട്ട് ഹല്ലേലൂയ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. സകലവും സമാപിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിശാച് ഒരുക്കിക്കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളും, സകല ബുദ്ധിമുട്ടുകളും, സകല പ്രതികൂലങ്ങളും അതിനൊരു സമാപ്തി ഉണ്ട്. ഹല്ലേലൂയ. സകലവും സമാപിച്ചിട്ട് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവമക്കൾക്ക് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാല്, പ്രൈസ് ദി ഹല്ലേലൂയ, നമ്മളെ പലരും തീക്കകത്തങ്ങ് കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും എന്താ, തീക്കകത്ത പോയി, എല്ലാം തീർന്നു. പ്രൈസ്. ഇതോടെ സകലവും തീർന്നു, ഇനി ഒരു രക്ഷ ഇദ്ദേഹത്തിനില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളെ ചിലർ വെള്ളത്തിനകത്ത് കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുങ്ങി, എല്ലാം തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒരു എഴുന്നേറ്റമില്ല, ഇനി അവന്റെ ജീവിതത്തിൽ ഒരു പ്രൈസ് ദി ലോർഡ് ഉയർച്ച ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. ചിലർ നോക്കുമ്പോഴത്തേക്കും നമ്മൾ സിംഹക്കുഴിയിലാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലർ നോക്കുമ്പോഴത്തേക്കും ജയിലിലാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെയായിരുന്നാലും, നമ്മൾ ദൈവത്തോടു കൂടെ ആയിരുന്നാൽ നമ്മൾ നശിച്ചു പോകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം നമുക്ക് ഈ ലോകത്തിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനം. കാരണം ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അഗ്നിയുടെ നടുവിലാണെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, വേദനയുടെ നടുവിലാണെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്ദയുടെ നടുവിലാണെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ജയിലിന്റെ നടുവിലാണെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. കൂടെ ഇരിക്കുമെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, പിന്നത്തേതിലോ ഹല്ലേലൂയ, അവൻ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. അവൻ എന്നെ പാറമേൽ നിർത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ എന്നെ ഉയർത്തി എന്റെ പാറമേൽ നിർത്തുന്ന, അതായത് മാനിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഈ ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ദൈവജനമേ, നാം വളരെ വ്യക്തമായിട്ടൊരു സത്യം മനസ്സിലാക്കണം. നമുക്ക് പോരാട്ടമുണ്ട്, പക്ഷെ ആ പോരാട്ടം പരാജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വി ആർ ഓൾറെഡി in a victorious ground. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെയോ പരാജയപ്പെട്ട ഒരു സ്ഥലത്തോ അല്ല ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു ഈ പിശാചിന്റെ തലയെ തകർത്തു. ഹല്ലേലൂയ. നമുക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് പിശാചിന്റെ തലയെ തകർത്തു.
വാഴ്ചകളെയും അധികാരങ്ങളെയും സ്വർലോകത്തിലെ സകല സേനയെയും പരസ്യ കാഴ്ചയാക്കി, കൂത്തുകാഴ്ചയാക്കി അവയുടെ മേൽ ജയം കൽപ്പിച്ചിരിക്കും. അവയുടെ മേൽ ജയോത്സവം നടത്തിയ ദൈവമാണ്. ഹല്ലേലൂയ. ജയം മാത്രമല്ല, ജയത്തിന്റെ ഉത്സവം തന്നെ കർത്താവ് ആഘോഷിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ജയം നമ്മൾ വിശ്വാസത്തോടെ പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കൊരു ജയം തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പിശാച് നമ്മുടെ പലവിധമായിരിക്കുന്ന അറിവില്ലായ്മകളെ മുതലാക്കി ആ ദൈവത്തോട് അടുക്കുന്നത്, ദൈവകൃപയിൽ ബലപ്പെടുന്നത്, ദൈവിക സ്വഭാവത്തിൽ നിറയുന്നത് ഒക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ജയത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ജയത്തിന്റെ ശക്തിയെ നമ്മുടെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഒന്ന് നിറയ്ക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ജയത്തോടെ നിലനിൽക്കാനാണ്. ഹല്ലേലൂയ. ഏത് പ്രതികൂലമായിരുന്നാലും കൈവിടാത്ത ഒരുത്തൻ നമ്മോട് കൂടെ, ഏത് പ്രതിസന്ധിയിലും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരുത്തൻ നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥകളായിരുന്നാലും, എത്ര പ്രതികൂലമായിരുന്നാലും നമ്മെ കൈവിടാത്ത ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഈ യുദ്ധത്തിന് വേണ്ടി ദൈവം സഭകളെ, ഈ UK പല സഭകളെയും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞതുപോലെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ദൈവം നമ്മെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ ഒരു ഭാഗത്തിൽ നമ്മൾ അല്പം ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. 2 Chronicles 17-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാം. അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായി തീർന്നു. പഴയ നിയമത്തില് യഹോശാഫാത്ത് ഒരു യുദ്ധം ചെയ്യുന്നുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ 20-ാം അധ്യായത്തിൽ. പക്ഷെ നമ്മൾ സാധാരണ ആ യുദ്ധത്തെ കുറിച്ചും യുദ്ധവിജയത്തെ കുറിച്ചും നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനു മുമ്പേ ദൈവവും യഹോശാഫാത്തും തമ്മിൽ ഒരു ബന്ധവും യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കവും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ഒരുക്കം നമ്മൾ വായിച്ചു തുടങ്ങുന്നത് 17-ാം അധ്യായം 1-ാം വാക്യം മുതലാണ്. അതിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ അല്പം ഒന്ന് ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 17-ാം വാക്യം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ പ്രബലനായി തീർന്നു എന്ന് വായിക്കുന്നു. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് he strengthened himself. Hallelujah. Praise the Lord. 20-ാം അധ്യായത്തിലെ യുദ്ധം ഈ സമയത്ത്, അതായത് 17-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഇങ്ങനെ പറയുന്ന സമയത്ത് യഹോശാഫാത്തിന് അറിയില്ല എനിക്ക് വേണ്ടി ഒരു യുദ്ധം, വലിയൊരു യുദ്ധം വരികയാണ്, വലിയൊരു യുദ്ധം എന്നെ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം യഹോശാഫാത്തിന് അറിയില്ല. ഇതൊന്നും അറിയാതെ യഹോശാഫാത്തിന്റെ ജീവിതത്തിലുള്ള ചില സംഭവങ്ങൾ. ഒന്നാമത്തെ കാര്യം, before a battle we need to strengthen ourselves. Hallelujah. നമ്മെ തന്നെ ബലപ്പെടുത്തണം. ഹല്ലേലൂയ. യഹോശാഫാത്ത് തന്നെ താൻ ഒന്ന് ബലപ്പെടുത്തി. അത് അവന്റെ ഒരു സ്വഭാവം. ഇറ്റ് വാസ് എ ക്യാരക്ടർ ഇൻ ഹിം. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? always ready to strengthen himself. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം എല്ലാവരും പറഞ്ഞു ഉത്സാഹിപ്പിക്കാറുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന സ്ഥാനത്ത് ഒരു ഉയർച്ച നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യുകയും വേണം. ഹല്ലേലൂയ. ഇപ്പോഴ് ഈ ലെവലിലാണെങ്കിൽ അടുത്ത ലെവൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോകാൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ കുറിച്ചൊന്ന് ആലോചിക്കുകയും പ്രാർത്ഥനയോടെ അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കണം. ഹല്ലേലൂയ. BSc പഠിച്ചവരാണെങ്കിൽ MSc പഠിക്കാൻ നോക്കണമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റാങ്ക് എത്ര വലുതാക്കാൻ എത്ര വരെ ഉണ്ടോ അതിന്റെ ഏറ്റവും ഉന്നതങ്ങളിൽ എത്താൻ നമ്മളെ തന്നെ ബലപ്പെടുത്തണം. ഈ ഭൂമിയിലെ കാര്യങ്ങളുമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, പ്രൈസ് ദി ലോർഡ്, എനിക്കൊരു സാധാരണ നിലയിൽ ഒരു ജോലിയുണ്ട്, ഇതൊക്കെ മതി.
പിന്നെ ഇതിന്റെ പുറകെ ഒന്നും പോകണ്ട. പക്ഷെ എങ്കിലും നമ്മെ തന്നെ എപ്പോഴും നമ്മൾ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലകൾ, ഹല്ലേലൂയ, നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ, ഇഫ് യു ആർ എ സ്റ്റുഡന്റ്, always be ready to strengthen yourself. In every area. When you get an opportunity to study cooking, do it. When you get an opportunity to study some electric work, do it. Learn it. Strengthen ourselves in every possible situation. യഹോശാഫാത്തിനകത്തൊരു ഗുണം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, തന്നെ താൻ ബലപ്പെടുത്തുന്ന ഒരു ഗുണം. നമ്മൾ ഇപ്പോഴായിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് നമ്മെ തന്നെ ഒന്ന് ബലപ്പെടുത്തി ഒന്ന് ഉയർത്തുവാൻ ഒരു ആവേശം നമ്മുടെ ഹൃദയങ്ങളിൽ വരണം. ഇപ്പോഴായിരിക്കുന്നത് മതി എന്നല്ല. കാരണം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമ്മെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മുടെ ശത്രുക്കളുടെ മുമ്പാകെ നമ്മെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടോ? ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പറയാണ്, എനിക്കിതൊന്നും വേണ്ട കർത്താവേ, ഇതൊക്കെ മതി എന്ന് പറഞ്ഞാലോ? ഹല്ലേലൂയ. അമിതമായിട്ടുള്ള ആഗ്രഹമല്ല, പോസിബിൾ ആയിട്ടുള്ള നിലയിലല്ല. ഇൻ ഓൾ പോസിബിൾ വേ സ്ട്രെങ്തൻ ourselves. ഹല്ലേലൂയ. മാനസികമായിട്ടുള്ള നമ്മുടെ അറിവും ബുദ്ധിയും ഒക്കെ ഒന്ന് വർദ്ധിപ്പിക്കണം. ഇതേ നിലയിൽ ഇരിക്കാൻ നമ്മൾ ജീവിത അവസാനം വരെ, യേശുവിന്റെ രണ്ടാമത്തെ വരവ് വരെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കണം. നമ്മുടെ ശാരീരികമായിട്ടുള്ള നിലവാരത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം, ബലപ്പെടുത്തണം. ഭൗതിക നിലവാരങ്ങളെ ഒന്ന് ബലപ്പെടുത്തണം. ഹല്ലേലൂയ. ഇതൊക്കെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. ഹല്ലേലൂയ. ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഇത് മതി, എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ. അല്ല, നമ്മളെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ പ്രതികൂലം വന്നത്. ഹല്ലേലൂയ. പ്രതികൂലത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം അതിന് മുമ്പുള്ള ജീവിതത്തെക്കാളും വളരെ വ്യത്യസ്തമായിരിക്കും. അതെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. പക്ഷേ we need to have a character that will be strengthening ourselves in every area. നമ്മുടെ ആത്മീയ ജീവിതത്തെയും അതുപോലെ മെച്ചപ്പെടുത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഏറ്റവും ആദ്യം നമ്മൾ ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ള എവിടെയൊക്കെയാണ് നമ്മൾ നമ്മെ തന്നെ ബലപ്പെടുത്തേണ്ടതെന്ന് ദൈവം നമ്മളോട് പറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മോട് പറയും ഏത് മേഖലയാണ് പഠിക്കേണ്ടത്, എവിടെയാണ് നീ ദൃഷ്ടി വെക്കേണ്ടത്, ഏത് കോഴ്സാ പഠിക്കേണ്ടത്, ഏത് നിലയിലാ കാര്യങ്ങളെ ഇതാക്കേണ്ടത്, ഏത് നിലയിലെ കാര്യങ്ങൾ ചെയ്യണം, ദൈവം നമ്മോട് പറയും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നമ്മെ തന്നെ ബലപ്പെടുത്തുന്നവരായിരിക്കണം. കാരണം അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. നമ്മെ മാനിക്കുക എന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. രണ്ടാമത്തെ വാക്യം വായിച്ചാട്ടെ. അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെ ആക്കി. യഹൂദാദേശത്തും തന്റെ അപ്പനായ ആസ പിടിച്ച എഫ്രൈം പട്ടണങ്ങളിലും കാവൽ പട്ടണങ്ങളെയും ആക്കി. ആ പോയിന്റ് ഞാൻ ഇപ്രകാരം പറഞ്ഞു. He secured himself and his people. ഹല്ലേലൂയ. അവൻ തന്നെത്താനെ ഒരു സുരക്ഷയും തന്റെ ജനത്തിന് വേണ്ടി ഒരു സുരക്ഷയും ഉണ്ടാക്കി. ഹല്ലേലൂയ. യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് യഹോശാഫാത്തിന് അറിയില്ല വലിയൊരു യുദ്ധം വരാൻ പോവുകയാണെന്നുള്ള കാര്യം ഒന്നും അറിയില്ല. പക്ഷെ അവന്റെ അകത്തുള്ള ഒരു ഗുണം തന്നെ ഒരു സുരക്ഷാ വലയത്തിനകത്ത് അവനൊന്ന് ഉറപ്പിച്ചു. തന്നെ മാത്രമല്ല, തന്നോട് കൂടെയുള്ള തന്റെ ജനത്തിന് വേണ്ടി ഒരു സുരക്ഷയെ യഹോശാഫാത്ത് ഉണ്ടാക്കി. ഹല്ലേലൂയ. ദൈവജനമേ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ അകത്ത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള സകലത്തിന്റെ മേലും ദൈവം ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പിശാച് പാസ്റ്റർമാർ കുറെ പേരുണ്ടായിരുന്നു, വിശ്വാസികൾ കുറച്ചായിരുന്നു. ഒരു ദുഷ്ടാത്മാവ്, ഒരു പിശാച് ഇളകിയിട്ട് ഭയങ്കര ബഹളം. പക്ഷെ രാവിലെ മുതൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാം. വേറെ നല്ലൊരു ദേവദാസൻ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനും കൂടെ ആയിരുന്നു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പിശാചിനോട് പറയും, യേശുവിന്റെ നാമത്തിൽ പോ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പോവും. നമ്മള് കർത്താവെ ഈ വിടുതൽ, ഈ സഹോദരിക്ക് വിടുതൽ നൽകിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പിന്നെയും തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. പിന്നെയും നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ആ ദേവദാസൻ പറയും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു പറയും. കുറെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അന്യഭാഷയിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു പറയും. ഈ നമ്മൾ അദ്ദേഹം പറയുന്ന സമയത്ത് പിശാചങ്ങ് പോവും. ഈ പുള്ളിക്കാരത്ത് സുഖമായതുപോലെ ഇരിക്കും. കർത്താവെ ഈ സഹോദരിക്ക് സൗഖ്യം നൽകിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് പാട്ടുപാടുകയോ ഒന്ന് സ്തോത്രം ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഭയങ്കര കുറെ സമയം, രാവിലെ 10 മണി മുതൽ 4 മണി വരെ ഇരുന്നും കൊണ്ട് പാസ്റ്റർമാരെല്ലാം കൂടെ ഇരുന്ന് ഭയങ്കര പ്രാർത്ഥന. ഒന്നും സംഭവിച്ചില്ല.
പ്രൈസ് ദി ലോർഡ്. അവസാനമായപ്പോഴത്തേക്കും നമ്മളെല്ലാവരും സഹി കേട്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ എല്ലാവരും കൂടെ വട്ടം കൂടിയിട്ട് ഈ സഹോദരൻ പിടിച്ച് നടക്കിരുത്തിട്ട് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും കൂടെ ആത്മാർത്ഥത്തോടെ, ദൈവമേ ഇത്രയും സമയം കൊണ്ട് നമ്മളെ വലയ്ക്കുന്ന ദുഷ്ടാത്മാവിന്റെ മേൽ അഗ്നി ഇറങ്ങണമേ, പ്രൈസ് ദി ലോർഡ്, ഇവളുടെ മേൽ തീ എത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ശക്തമായിട്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ച് പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നമ്മൾ കുറെ നേരം അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഭയങ്കരമായിട്ട് അയ്യോ ഭയങ്കര തീയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദിയില്ല, ഭയങ്കരമായിട്ട് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അവസാനം പ്രാർത്ഥന എഴുതിക്കൊണ്ടിരുന്ന ദൈവദാസൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇനി നീ പോകണമെങ്കിൽ ഒരു അടയാളം കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. സ്ത്രീ പറഞ്ഞു, എന്ത് വേണമെങ്കിലും, എന്ത് അടയാളം വേണമെങ്കിലും കാണിക്കാമെന്ന് പറഞ്ഞു. ആ ദേവദാസൻ പറഞ്ഞു, താഴെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്, ആ സൈക്കിൾ ഒന്ന് മറിച്ചിട്ടിട്ട് പോകണം. ഒരു സെക്കൻഡ് കഴിഞ്ഞ് ആ സ്ത്രീ ഒന്ന് വിടുതൽ കിട്ടിയതുപോലെ ഒന്ന് മുഖഭാവം വന്നാൽ ഒരു സെക്കൻഡിനകത്ത് തിരിച്ചു വന്നിട്ട് പറയാ, അതെന്നെ കൊണ്ട് പറ്റില്ല, മുസ്ലിം ഹോഗ, അതെന്നെ കൊണ്ട് പറ്റില്ല. ശാന്ത, നീ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചിട്ട് പോയത്, രാവിലെ മുതൽ ഞങ്ങൾ വൈകുന്നേരം വരെ ഇത്രയും ഇരുന്ന് പ്രാർത്ഥിച്ചല്ലോ, അതുകൊണ്ട് നീ ഒരു അടയാളം കാണിച്ചിട്ട് പോയാൽ മതി. അപ്പൊ ദുഷ്ടാത്മാ പറയാ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പറ്റില്ല. എന്താ കാര്യം? എനിക്ക് എന്തുകൊണ്ട് അത് പറ്റത്തില്ല? എന്തെങ്കിലും ഒരു അടയാളം കാണിക്കും, ഞാൻ വേറെ എന്തെങ്കിലും അടയാളം കാണിക്കും, ഇത് പറ്റില്ല. ദേവദാസൻ, എന്തുകൊണ്ട് നിനക്ക് പറ്റില്ല? താഴെ ഇരിക്കുന്നത് ഒരു ദൈവദാസന്റെ സൈക്കിൾ, അതിൽ തൊടാൻ എനിക്ക് അവകാശമില്ല. ആര് പറയുന്നത്? ഷാജ് പറയുന്നത്. വാസ്തവത്തിൽ അപ്പോഴാണ് പാസ്റ്റർമാരായ നമുക്ക് ഒരു ബോധം ഉണ്ടായത് ദൈവത്തിന്റെ സുരക്ഷ. നമ്മൾ പ്രസംഗിക്കുന്നവരാണെങ്കിലും ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും പരിപാലിക്കുന്നത്. നമുക്കുള്ള ഒരു ദൈവദാസന്റെ സൈക്കിളിൽ തൊടാൻ പിശാചിന് അവകാശമില്ല. നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠമായ ദൈവമാണ്. നമ്മുടെ സമ്പത്തിൽ തൊടാൻ പിശാചിന് അവകാശമില്ല. നമ്മുടെ ശരീരത്തിൽ തൊടാൻ പിശാചിന് അവകാശമില്ല. നമുക്കുള്ള എവിടെയുള്ള സമ്പത്തായിരുന്നാലും, നമുക്കുള്ള ചെറിയൊരു പെൻസിൽ കഷ്ണത്തിൽ പോലും തൊടാൻ പിശാചിന് അവകാശമില്ല. തൊടാൻ പറ്റില്ല. അതാണ് ദൈവം എനിക്ക് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സുരക്ഷ. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജീവിതമല്ല പ്രിയ ദൈവമേ. ദൈവം ഒരു സുരക്ഷ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അറിയാത്ത നിലയിൽ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും ദൈവം നമ്മെ സുരക്ഷയോടെ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ജീവനോടെ ആയിരിക്കും. നമ്മൾ പോകുന്ന സ്ഥാനങ്ങളിൽ, നമ്മുടെ ജോലിയുടെ സ്ഥാനങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ദൈവം നമ്മെ സുരക്ഷയോടെ കാക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഇന്നും ജീവനോടെ ആയിരിക്കും. എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ വ്യാകുലപ്പെടേണ്ട ഒരാവശ്യവുമില്ല. എന്റെ അവിടുത്തെ സമ്പത്തിന് എന്തായി തീരുമെന്ന് വ്യാകുലപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ആ സമ്പത്തിന്റെ മേൽ, നമുക്കുള്ള സകലത്തിന്റെ മേലും ദൈവം ഒരു സുരക്ഷ ഒരുക്കി. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമ്മൾ ആ സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെ നിൽക്കാൻ പഠിക്കണം. ആ വലയത്തിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ ദൈവം ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞത്, ദൈവഹിതം വിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് ദൈവം ഉത്തരവാദിയല്ല. എങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം ഒന്ന് നോക്കണമേ. നമ്മെയും നമുക്കുള്ള സകലത്തിന്, ഈയോബിനോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഈ പിശാച് പറയുകയാണ്, നീ അവനെയും അവന്റെ അവനുള്ളത് സകലത്തെ എന്ത് വേലികെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. ഈയോബിനെ അവനുള്ള സകലത്തെയും വേലികെട്ടി സൂക്ഷിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മയും നമുക്കുള്ള സകലത്തെയും വേലികെട്ടി സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തെ എല്ലാ ദിവസവും നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ പറയണം, കർത്താവേ, എന്നെയും എനിക്കുള്ള സകലത്തിന്റെ മേലും നീ ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നതിനായി ഹല്ലേലൂയ. അത് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു എല്ലാ ദിവസമുള്ള പ്രാർത്ഥനയിൽ ഒരു താങ്ക്സ് ഗിവിംഗ് സൗണ്ട് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും അത് പറയണം. എനിക്കുള്ള സകലത്തിന്റെ മേലും ഒരു സുരക്ഷയുണ്ട്, എന്റെ കുടുംബത്തിന്റെ മേലെ ഒരു സുരക്ഷയുണ്ട്, എന്റെ വാഹനത്തിന്റെ മേലെ ഒരു സുരക്ഷയുണ്ട്, എന്റെ കുഞ്ഞുങ്ങളുടെ മേലെ ഒരു സുരക്ഷയുണ്ട്, എന്റെ സമ്പത്തിന്റെ മേലെ ഒരു സുരക്ഷയുണ്ട്, എന്റെ ഭവനത്തിന്റെ മേലെ ഒരു സുരക്ഷയുണ്ട്. ആരും നോക്കാനിരുന്ന് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ സമ്പത്തുകളുടെ മേലും സുരക്ഷ, ദൈവത്തിന്റെ സുരക്ഷ ഉറപ്പായിട്ടു. He secured himself and his people. Praise the Lord.
നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ഹല്ലേലൂയ. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ സഭയിലെ ദൈവദാസന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നല്ല വിശ്വാസികൾ വിശ്വാസത്തിൽ നിലനിൽക്കാനും അവർ വിശ്വാസത്തിൽ വളരാനും വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ കുറഞ്ഞവർ അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയുടെ മേൽ ഒരു സുരക്ഷാ വലയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നമുക്ക് ബന്ധുക്കളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിൽ കടന്നു വരാത്ത അനേകർ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുണ്ട്. അവരെ ഒക്കെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഇവരിൽ ഒരാൾ പോലും ഒന്നുപോലെ എണ്ണം കുറഞ്ഞു പോകാതെ വണ്ണം അവരെ പരിപാലിക്കണം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി. Hallelujah. Praise the Lord. He strengthened himself. He secured himself and his people. Praise the Lord. Hallelujah. അവൻ തന്നെ താനെ ബലപ്പെടുത്തുക മാത്രമല്ല, praise the Lord, അവൻ തന്നെ തന്റെ ജനത്തെയും ഒരു സുരക്ഷാ വലയത്തിലാക്കാൻ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതം ഒരു സുരക്ഷാ വലയത്തിലായിരിക്കട്ടെ. നമ്മുടെ ഭൗതിക നന്മകൾ ഒരു സുരക്ഷാ വലയത്തിൽ ഓൾറെഡി ആണ്. അത് വിശ്വസിക്കുകയും അതിനുവേണ്ടി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. നമ്മുടെ സഭ ഒരു സുരക്ഷാ വലയത്തിലാണ്. അത് വിശ്വസിക്കുകയും അതിനുവേണ്ടി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഇന്ന വ്യക്തി വിശ്വാസത്തിലേക്ക് വരണമേ. ഹല്ലേലൂയ. കഠിനമെന്ന് തോന്നുന്ന വിഷയങ്ങൾ പോലും ദൈവം അത്ഭുതകരമായിട്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മുമ്പാകെ നമുക്ക് വേണ്ടി ഒരു നീതി വെളിപ്പെടും. ഹല്ലേലൂയ. എന്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമേ. യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ ഹല്ലേലൂയ. ദൈവജനമേ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ അതെന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാനിവിടെ എംഫസൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് പ്രൈസ് ദി ലോർഡ്, യഹോശാഫാത്തിന് പ്രൈസ് ദി ലോർഡ് ഒരു മാതൃകയുണ്ടായിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ദൈവത്തെ പ്രസാദിപ്പിച്ചതാണ്. ദാവീദിന്റെ ഡയറക്റ്റ് മകനല്ല, അറിയാമല്ലോ. ഹല്ലേലൂയ. പക്ഷെ തന്റെ ഗ്രാൻഡ് ഫാദർ ദൈവത്തിന്റെ കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചവനാണെന്ന് യഹോശാഫാത്തിന് അറിയാമായിരുന്നെന്ന് മാത്രമല്ല, ദാവീദ് കുറഞ്ഞ വർഷം കുറെ കാലമെങ്കിലും നല്ലൊരു മാതൃക വച്ചു. പ്രിയ ദൈവജനമേ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പലരും ചിന്തിക്കുന്നത് പിള്ളേരെ പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഇന്ന് സൺഡേ സ്കൂളിൽ ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ, അതുപോലെ നടന്നോ. പാസ്റ്റർ ഒന്ന് പ്രസംഗിച്ച് പറഞ്ഞത് കേട്ടല്ലോ, അതുപോലെ നടന്നോ. നമ്മള് പ്രാർത്ഥിക്കുകയല്ല, നമ്മൾ ഉപവസിക്കുകയല്ല, നമ്മള് ഒരു മാതൃകാ ജീവിതം നമുക്കുണ്ടാവുകയില്ല. നമ്മൾ പറയും പാസ്റ്റർ പറഞ്ഞ പോലെ നടക്കണം, സൺഡേ സ്കൂളിൽ ടീച്ചർ പറഞ്ഞ പോലെ നടക്കണം, ഇന്ന് അദ്ദേഹം പറഞ്ഞ പോലെ നടക്കണം. അതൊന്നും വർക്കൗട്ട് ആവുകയില്ല. നമ്മുടെ പിള്ളേര് ദൈവത്തെ അറിയണമെങ്കിൽ, നമ്മുടെ പിള്ളേര് ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃക ഉണ്ടായിരിക്കണം. അതിന്റെ അടുത്ത വാക്യം കൂടെ വായിച്ചു, അതുകൂടെ ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് ഇതുവരെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ വഴികളിൽ ഇസ്രായേൽ ഇദ്ദേഹം നടന്നു. ആരന്വേഷിച്ചത്? യഹോശാഫാത്ത് തന്റെ പിതാവായ ദൈവത്തെ അന്വേഷിച്ചു. എന്തുകൊണ്ടെന്നറിയാമോ? ഒരു മനുഷ്യൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വഴികളിൽ നടക്കാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം, എന്റെ പപ്പയും അമ്മയും പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്കും പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള നന്മകൾ നമ്മൾ അവരോട് പറയണം. ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആരും സഹായമില്ലാതിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, അവരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അവർക്ക് അനുകരിക്കാൻ പറ്റിയ നല്ല ഒരു മാതൃക ഹല്ലേലൂയ നമ്മൾ വച്ചേച്ചു.
ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. മാതൃകയില്ലാത്ത ജീവിതത്തിൽ ജീവിച്ചിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ മാതൃകയോടെ ജീവിക്കണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നടക്കുന്ന വഴികളിൽ നടക്കും. ഹല്ലേലൂയ. അവർക്ക് ദൈവത്തെ കുറിച്ച് ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ അവരോട് പറയുകയും അവരുടെ മുമ്പിൽ ഒരു മാതൃകാ ജീവിതം നയിക്കുവാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യും. Hallelujah. He walked in the ways of his father and he sought the Lord. Praise the Lord. Hallelujah. പിന്നെ പറഞ്ഞിരിക്കുന്നത് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. Praise the Lord. അവിടെ പറഞ്ഞിരിക്കുന്നത് ബാൽ വിഗ്രഹങ്ങളെയോ അതുപോലെ അന്നത്തെ നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥകളെ ഒന്നും ആലോചിക്കാതെ ഒന്നും പ്രമാണിക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളിൽ നടന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളിൽ നടന്നു. ദൈവജനമേ, ദൈവത്തിന്റെ കൽപ്പനകളിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു വ്യക്തമായ വിജയം കൈവരിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം ദൈവത്തിന്റെ കൽപ്പനകൾ മനസ്സിലാക്കുകയും ആ ദൈവത്തിന്റെ കൽപ്പനകളിൽ നടക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഈ ദൈവത്തിന്റെ കൽപ്പനകളിൽ നടന്ന ഒരു മനുഷ്യനും ഒരു കാലത്തും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. ആരെങ്കിലും കൽപ്പന തെറ്റിച്ചു പോയിട്ടുണ്ടോ എങ്കിൽ അവരൊക്കെ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലും നമുക്ക് ഒരു ദോഷവും വരികയില്ല. ഹല്ലേലൂയ. ഒരു തരത്തിലും നമുക്കൊരു ദോഷവും വരികയില്ല. ഹല്ലേലൂയ. അതിന്റെ 6ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവന്റെ ഹൃദയം യഹോവയുടെ വഴികൾ ധൈര്യപ്പെട്ട് അവൻ പൂജാഗിരികളെയും അക്ഷരപ്രതിഷ്ഠകളെയും യഹൂദയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. Hallelujah. His heart took delight in the ways of the Lord. ദൈവത്തിന്റെ വഴികൾ നടന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നത് അവനൊരു പ്രമോദമായിരുന്നു. He was delighted. Hallelujah. അയ്യോ കർത്താവേ, പെന്തക്കോസ്തി വന്നത് പോയതുകൊണ്ട് നമ്മൾ വിശ്വാസികളായതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര കഷ്ടം തന്നെ. അങ്ങനെയല്ല. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസി ആയതുകൊണ്ട് ഇനിയിപ്പോ സിനിമാ നടന്മാരൊക്കെ വരുന്നുണ്ട് അവിടെ പ്രോഗ്രാമിന്, അതിന് നമ്മൾ വിശ്വാസിയായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, ഭയങ്കര കഷ്ടം തന്നെ. അങ്ങനെയല്ല. He was having a delight in the ways of God. ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ അത് പ്രമാണിക്കുവാൻ അവന് മനസ്സ് വെച്ചു. ഹല്ലേലൂയ. ദൈവജനമേ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾ വളരെ സന്തോഷത്തോടെ പ്രമാണിക്കുന്നവരായിരിക്കണം. ദൈവവചനം ധ്യാനിക്കുകയും ഇതിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിൽ ആ സന്തോഷം നമ്മുടെ അകത്ത് കടന്നു വരികയും ചെയ്യും. നമ്മുടെ അനുഗ്രഹങ്ങളുടെ എല്ലാം ഉറവിടമാണ് ഈ ബൈബിൾ. ഈ ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ഇതിന്റെ വാക്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലായിട്ട് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുകയാണ് ഈ സുവിശേഷം. ഹല്ലേലൂയ. നമ്മൾ ഈ ബൈബിൾ വായിക്കുകയും ഇതിൽ സന്തോഷിക്കുകയും ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവശക്തിയായി നമ്മുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി അത് വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ let us delight in the ways of the Lord. Let us delight in the commandments of God. ദൈവത്തിന്റെ കൽപ്പനകളിൽ നമ്മൾ സന്തോഷിക്കുന്നവരായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ അവസാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഏതെങ്കിലും 1-2 വാക്യം വായിച്ചാൽ ഞാൻ പറയാം. അവൻ തന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ യഹൂദ നഗരങ്ങൾ ഉപദേശിപ്പാനായിട്ട് ബെൻഹയീൻ, ഒബദ്യാവ്, സെഖറിയാവ്, നെഥനയേൽ, മീഖ എന്നീ തന്റെ പ്രഭുക്കന്മാരെയും അവരോടുകൂടെ ശെമയാവ്, ഹനന്യാവ്, ശബന്യാവ്, അസായേൽ, സെമീരാമോത്ത്, യഹോനാഥാൻ, അദോനിയാവ്, തോബിയാവ്, അദോനിയാവ് എന്നീ ലേവ്യരെയും അവരോടുകൂടെ എലീശാമ, യഹോരാം എന്നീ പുരോഹിതന്മാരെയും അയച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞാല് ഈ ദൈവവചനം, ഈ യഹോശാഫാത്ത് ഡിലൈറ്റ് ആയിട്ടുള്ള സ്വന്തമാക്കിയിട്ടുള്ള ദൈവവചനം, യഹോശാഫാത്ത് അനുസരിച്ച് നടന്ന ദൈവവചനം
പട്ടണങ്ങൾ തോറും പഠിപ്പിക്കാൻ ആളെയാക്കി. ഹല്ലേലൂയ. ആ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരും നിയമിച്ചിരിക്കുന്ന കാര്യമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണങ്ങൾ തോറും, അല്ലെ, അങ്ങനെ ഒരു വാക്കില്ലേ അതിനകത്ത്? പട്ടണങ്ങൾ തോറും, ഈ വാക്ക് മറക്കരുത്, പട്ടണങ്ങൾ തോറും ഈ ദൈവവചനം പഠിപ്പിക്കാൻ യഹോശാഫാത്ത് ആളെയാക്കി. ഹല്ലേലൂയ. യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന യഹോശാഫാത്ത്, താൻ അറിയാതെ തന്നെ ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഗുണങ്ങൾ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ സന്തോഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവവചനം പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനമേ, നമ്മൾ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ വലിയൊരു ദൈവ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോശാഫാത്തിന്റെ ജീവിതത്തിന്റെ മേൽ ഉണ്ടായിരുന്ന, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. കാരണം നാം ആയിരിക്കുന്നതും യുദ്ധഭൂമിയിലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളൊന്നും മനസ്സിലാക്കണം. നമ്മുടെ കണ്ണുകളൊന്നും അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ചില വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നമ്മോട് ഇടപെടും. ദൈവവചനത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ചില കാര്യങ്ങൾ, വളരെ നിസ്സാരമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിച്ചു. ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ഈ ആത്മീക യുദ്ധത്തിൽ പരാജയപ്പെട്ട് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. ഈ പിശാച് നമ്മളെ പരാജയപ്പെട്ട് കാണുവാൻ, നിരാശപ്പെട്ട് കാണുവാൻ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കെട്ട് കാണുവാൻ, നമ്മുടെ ജീവിതത്തിലെ നന്മകളെ ഇല്ലാതാക്കി കാണുവാൻ പിശാച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവൻ പ്രയത്നിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം. ഹല്ലേലൂയ. നമ്മുടെ ശരീരങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തോട് പറ, കർത്താവേ, ഈ ആത്മീക യുദ്ധത്തിൽ നിലനിൽക്കുവാൻ എനിക്കൊരു ആത്മീക ചൈതന്യം, ഒരു ആത്മാവിന്റെ ശക്തി എന്നിൽ പകരണമേ. ഹല്ലേലൂയ. ഈ ദൈവവചനം വിശ്വസിക്കുന്നവരുടെ മേലും വ്യാപരിക്കുന്ന ദൈവവചനം, ദൈവവചനമേ, നമ്മെ തന്നെ ഒന്ന് ബലപ്പെടുത്താൻ, നമുക്കുള്ളതിനൊക്കെ ഒന്ന് ഒരു സുരക്ഷാ വലയത്തിലാക്കാമോ? ഇന്ന് രാത്രികാലം ഒന്ന് വിശ്വസിക്കാമോ? നമ്മുടെ ജീവിതത്തിലുള്ള സകലത്തിന്റെ മേലും ദൈവത്തിന്റെ സുരക്ഷയുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള സകല അനുഗ്രഹങ്ങളുടെ മേലും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിന്റെ സുരക്ഷയുണ്ട്. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുക, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഹിതം. ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മൾ പരാജയപ്പെട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തോട് പോരാടി നിൽക്കുന്ന പോരാട്ട മേഖലകളുടെ മേൽ ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിച്ച് ഉണരുവാൻ, പിശാചി അധികാരം പറഞ്ഞിരിക്കുന്ന മേഖലകളുടെ മേൽ ഇത് ഞങ്ങൾ ദൈവമക്കളായതുകൊണ്ട് ഇത് ഞങ്ങളുടെ അവകാശം എന്നൊന്ന് പറയുവാൻ ഇന്ന് രാത്രികാലം ഒന്ന് തയ്യാറാകാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് കണ്ടുണരാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃകാ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കും. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിക്കുന്നവരായിട്ടല്ല, ഒരു മാതൃകാ ജീവിതം. നമ്മളിവിടെ വന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, അവർക്കൊരു ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മാതൃകാ ജീവിതം അവർക്ക് ജീവിത അവസാനം വരെയും ഒരു അനുകരണീയ യോഗ്യമായിരിക്കണം. അവർക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു ആത്മീക ജീവിതം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടലുകൾ അവർക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അവർക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ കുടുംബമായി, സഭയായി ദൈവത്തിന്റെ കൽപ്പനകളിൽ ഹല്ലേലൂയ നടക്കുന്നവരും ദൈവത്തിന്റെ കൽപ്പനകളിൽ സന്തോഷിക്കുന്നവരുമായിരിക്കാം. ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കാം. പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞു, പല കാരണങ്ങൾ പറഞ്ഞു ദൈവവചന ധ്യാനത്തിൽ നിന്ന് നമ്മളെ തന്നെ മാറ്റിക്കളഞ്ഞിട്ടില്ലേ?
ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒന്നുകൂടെ ഒന്ന് തീരുമാനമെടുക്കാം. എല്ലാ ദിവസവും ഞാൻ ഈ വചനത്തെ വായിക്കും, ഈ വചനത്തെ ധ്യാനിക്കും, ഈ വചനത്തിൽ സന്തോഷിക്കും, ഈ വചനത്തിനനുസരിച്ച് ഞാൻ നടക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഹല്ലേലൂയ, കേൾക്കാത്തവരെ പോലെ നല്ല ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്നു കളഞ്ഞവരായി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന അവസ്ഥയല്ലേ? ഇന്ന് രാത്രികാലം ഒന്ന് സമർപ്പിക്കാമോ? നമ്മുടെ ജീവിതത്തിന്റെ മേൽ ഒരു ജയം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തോട് എതിർത്ത് നിൽക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളുടെ മേൽ ഇന്ന് രാത്രികാലം ഒരു ദൈവിക വിടുതൽ നമ്മൾ കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ, നമ്മളെ തന്നെ ഒന്ന് ബലപ്പെടുത്താം. അന്യഭാഷ